ഫസ്റ്റ് മാരേജ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ആ കുട്ടിയുടെ ജീവിതം എന്നെ വിട്ടു പോയത് ലൈക്ക് എൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. പക്ഷെ ഇങ്ങനൊരു കാര്യം വീട്ടുകാർ മറച്ചു വെച്ചതല്ലേ ആ പെൺകുട്ടിയോട്? എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി. കാരണം അന്നേ മുതൽ ഞാൻ ലേഡീസിൻ്റെ വീഡിയോസ് ചെയ്യുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ. എന്നോട് ചോദിക്കുമായിരുന്നു ഇതെന്താ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന വീഡിയോസിന് വേണ്ടി ചെയ്യുന്നതാണോ എല്ലാം അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേടിയായിരുന്നു ആ സമയത്ത് പറയാൻ. കാരണം എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ എല്ലാവരോടും പറയാൻ പേടിയായിരുന്നു. എൻ്റെ ഉള്ളിൽ ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറയേണ്ടി വന്നില്ല. അതിന് മുമ്പ് അറിഞ്ഞു. അവളായിട്ട് തന്നെയാണ് എനിക്ക് എടുത്തത്. നിങ്ങളുടെ ലൈഫിലായിട്ട് മുന്നോട്ട് പോകാൻ, ഞാൻ എൻ്റെ ലൈഫായിട്ട് നോക്കിയിട്ട് പോവാം എന്ന രീതിയിൽ കുറച്ച് അത്യാവശ്യം നല്ല ഒരു എഡ്യൂക്കേഷനുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കഴിവ് ഒരു ആവശ്യം വന്നില്ല അവിടെ. ഇപ്പോഴും ഇത്തക ആ ഒരു കുറ്റബോധം ഉണ്ടോ? ഉണ്ടായിരുന്നു. മ്യൂസിൽ ഡിവോഴ്സ് ആയ സമയത്ത് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുത്തതുകൊണ്ട് എനിക്ക് വിഷമം. പള്ളിയിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടുകാരെയൊക്കെ പുറത്താക്കും എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയിലേക്ക് മാറുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അറിയാമല്ലോ, കുറച്ചും കൂടെ ഒരു മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് വളരെ തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഭയങ്കര ടിപ്പിക്കലായിട്ടുള്ളൊരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയും എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയോ ജീവിച്ച് പോയ ഒരാളായി പോകില്ലേ? അതെ അതെ, എന്നോട് ഞാൻ ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയായിട്ട് തോന്നും. ആഷിക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണ്ട? ആഷിക്ക് പേഴ്സണലി പണ്ട് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു. ലൈക്ക് അവന് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടം. അവന് പബ്ലിക്കലി വരാൻ ഭയങ്കര ഒരു ലൈക്ക് ഒരു ഷൈ ക്യാരക്ടറായിരുന്നു. നാളെ പെയ്ത പുഷ്പങ്ങൾ. മാരേജിനെ കുറിച്ച് പ്ലാനിങ് ഒക്കെ ഇപ്പം ഉണ്ട്. ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മളത് മാത്രമായിട്ട് നോക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. കൊല്ലം മുഴുക്കെ ജയിലിലാണോ? ഫസ്റ്റ് മാരേജ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ ആ കുട്ടിയുടെ ജീവിതം കൂടി കളയുന്നതിൻ്റെ അല്ല, ആ കുട്ടിയെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്താക്ക് പറയാറുന്നില്ല? എനിക്കത് അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് വലിയ തെറ്റെന്ന് തോന്നുന്നു. കാരണം ലൈക്ക് എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേടിയായിരുന്നു ആ സമയത്ത് പറയാൻ. കാരണം എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ എല്ലാവരോടും പറയാൻ പേടിയായിരുന്നു. എങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഓക്കെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും. അപ്പോൾ അവർക്ക് അറിയില്ല അവർക്ക് എന്താണ് ഇത്, എന്താണ് ഒരാളെ ഉള്ളിലുള്ളൊരു ഇത് ഇൻറ്റൻഷൻ എന്താണെന്ന് അവർക്ക് അറിയുന്നൊരു അത് ആലോചിക്കാൻ പറ്റുന്നുള്ളൊരു എന്താ പറയുക ഒരു കഴിവുള്ള ആൾക്കാരല്ല അവർ ടിപ്പിക്കൽ ഒരു പക്ക ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തികൾ. അപ്പോൾ അവരെ പറഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇപ്പോഴും ഇത്തക ആ ഒരു കുറ്റബോധം ഉണ്ടോ? അത് കുറ്റബോധം ഒന്നും തോന്നില്ലേ? ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഞാനായിട്ട് കളഞ്ഞു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവസാനം ഞങ്ങൾ മ്യൂസിൽ ഡിവോഴ്സ് ആയ സമയത്ത് നമ്മൾ ഒരു ഇത് കൊടുക്കുമല്ലോ അവർക്ക്. ലൈക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ലൈക്ക് അല്ല, അവർ നമ്മൾ ഡിവോഴ്സ് ചെയ്ത സമയത്ത് അവർക്കൊരു എമൗണ്ട് നമ്മൾ കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്തതുകൊണ്ട് എനിക്ക് വിഷമം. കാരണം ആ കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷനും നല്ലൊരു ബെറ്റർ ലൈഫും കിട്ടാൻ അതുകൊണ്ട് സഹായിക്കും. കുട്ടിക്ക് എത്ര ഏജ് ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു 25 അത്രയൊക്കെ ഉണ്ടായിരുന്നു. എഡ്യൂക്കേറ്റഡ് ആയിരുന്നല്ലേ? അതെ, എഡ്യൂക്കേറ്റഡ്. അപ്പം ഇത്ത ഒരു സമയം ഇപ്പം നിങ്ങൾ എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു? 1 month. ആ 1 monthനുള്ളിൽ തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനൊരു ഇതാണ്, എനിക്ക് ആ കുട്ടിയായിട്ട് ഫുള്ളി ലൈഫ് ലോങ് പോകാൻ പറ്റില്ല, എൻ്റെ ഉള്ളിൽ ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞപ്പം? അങ്ങനെ പറയേണ്ടി വന്നില്ല. അതിന് മുമ്പ് അറിഞ്ഞു. അപ്പൊ അവളായിട്ട് തന്നെയാണ് എനിക്ക് എടുത്തത്. ഓക്കെ, നമുക്ക് സെപ്പറേറ്റഡ് ആവാം, നിങ്ങളുടെ ലൈഫിലായിട്ട് മുന്നോട്ട് പോകാൻ, ഞാൻ എൻ്റെ ലൈഫായിട്ട് നോക്കിയിട്ട് പോവാം എന്ന രീതിയിൽ കുറച്ച് അത്യാവശ്യം നല്ല ഒരു എഡ്യൂക്കേഷനുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കഴിവ് ഒരു ആവശ്യം വന്നില്ല അവിടെ. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? വീട്ടുകാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഇതിന്റെ ശേഷം പിന്നെ എല്ലാവരോടും ഭയങ്കര എല്ലാവരും എന്നെ എതിർക്കുന്ന രീതിയിലായിരുന്നു. കുട്ടി എപ്പോഴെങ്കിലും ഈ ഒരു ടൈമിൽ ഇപ്പം ഇത്രയും നിലയിലെത്തി, ഇപ്പം സെലിബ്രിറ്റി ആയി, ഇൻഫ്ലുവൻസർ ആയി, ബിസിനസ്സുകാരിയായി, അപ്പൊ എപ്പോഴെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞു? ഇല്ല, അങ്ങനെ മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. ലൈക്ക് അവളെ ഉമ്മ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലാണ്ട് അവളായിട്ട് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അതിൽ ബേബീസ് ഒന്നും ഇല്ല. 1 month മാത്രമേ ഉണ്ടായിരുന്നു റിലേഷൻ. അത് കഴിഞ്ഞ് ദുബായിലേക്ക് പോകുന്നു. ദുബായിൽ വന്നിട്ടാണ് പിന്നെ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നത്. അപ്പൊ അങ്ങനെ നാട്ടിൽ നിന്നപ്പോ ഇത് അവർക്ക് ഇത്തായിട്ട് ഡയറക്റ്റ് പോയി പറഞ്ഞില്ല? ഇല്ല, അതിന് മുമ്പ് കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണ് ഡിവോഴ്സ് ആയത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വീട്ടുകാർ മറച്ചു വെച്ചതല്ലേ ആ പെൺകുട്ടിയോട്?
എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി. കാരണം അന്നേ മുതൽ ഞാൻ ലേഡീസിന്റെ വീഡിയോസ് ചെയ്യുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ. എന്നോട് ചോദിക്കുമായിരുന്നു ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന വീഡിയോസിന് വേണ്ടി ചെയ്യുന്നതാണോ അല്ല അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറയാൻ പേടിയായിരുന്നു എല്ലാം അങ്ങനെയല്ല ഇങ്ങനെ. എനിക്ക് ഫാമിലീസിനെ പേടിയായിരുന്നു. ഉപ്പ ഉമ്മ അതേപോലെ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാര് അവരൊക്കെ പേടിയായതുകൊണ്ട് എനിക്ക് പറയാൻ അല്ലെങ്കിൽ എനിക്കത് തുറന്ന് പറയാനൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ അത്രത്തോളം ഒരു പ്രോബ്ലം ആയി പോയത്. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും വിഷമമൊന്നും ഇല്ല. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുവാണെങ്കിൽ ഏത് നടന്റെ കൂടെ ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിൽ പറയാറുണ്ട് ഞാൻ ഭയങ്കര ഫഹദ് ഫാസിൽ ഫാനാണ്. പിന്നെ എനിക്ക് ആസിഫ് അലി നമ്മള് കുഞ്ഞിലെ തൊട്ടൊരു ആഗ്രഹം വരത്തില്ലേ ആ സിനിമയൊക്കെ കാണുമ്പോ എനിക്ക് ഈ ആളുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം. അത് എനിക്ക് പണ്ട് നമ്മുടെ കുഞ്ചാക്കോബോവിന്റെ ഇതൊക്കെ മൂവീസ് ഒക്കെ കാണുമ്പോൾ അഫ്കോഴ്സ് തോന്നാറുണ്ട്. അന്ന് കുഞ്ഞു കുട്ടിയാകുമ്പോൾ അതെ അതേപോലെ നമ്മളെ പണ്ടത്തെ ജയറാമേട്ടന്റെ മൂവി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ജയറാമേട്ടന്റെ ആ ഒരു ഇതൊക്കെ എനിക്ക് മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് മൂവീസ്. ഇപ്പൊ എല്ലാരും അറിയപ്പെടുന്നത് ജാസി എന്നല്ല, പൊന്നുസഖി. ഈ പൊന്നുസഖിയെ പോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും പുതിയൊരു പാട്ട് വല്ല ഇറക്കാൻ ആഗ്രഹമുണ്ടോ, ഒരു പുതിയ മാപ്പിളപ്പാട്ട്? അല്ല, എനിക്ക് പൊന്നുസാക്കി തന്ന ഒരു ഫെയിം ഭയങ്കര വലുതാണ്. കാരണം ഈവൻ ഓരോരുത്തർ ആ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്ത് തരിക, കുട്ടികൾ ചെയ്യുക, ഫാമിലീസ് കോളേജ് സ്റ്റുഡൻസ് ചെയ്യുക, എവിടെയെങ്കിലും ടൂറ് പോകുമ്പോൾ ഫാമിലീസ് ചെയ്യുക, എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ആ ഒരു സോങ് ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അതെ, ഫസ്റ്റ് ഇങ്ങോട്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ജാസിയാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പൊന്നുസഖി ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ പുറത്തു പോയാലും എല്ലാവരും ആദ്യമൊക്കെ നമ്മൾ ജാസി എന്നാണെങ്കിലും ഇപ്പൊ പുറത്തു പോലൊക്കെ പൊന്നുസഖി എന്നാ വിളിക്കുക. ലൈക്ക് എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം അത്രത്തോളം ആൾക്കാരുടെ ഉള്ളിലേക്ക് ആ ഒരു വീഡിയോസ് ഇറങ്ങുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇത്തരം ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ? ഫ്യൂച്ചർ പ്ലാന് നമ്മുടെ ഷോപ്പുണ്ട്, ഓൾറെഡി നമ്മൾക്കൊരു ഷോപ്പുണ്ട് ദുബായിൽ. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ബ്രാഞ്ചസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റാഫുണ്ട്. ഇവിടെ നിന്ന് തന്നെ കോർഡിനേറ്റ് ചെയ്യൂല്ലേ? ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് വന്നതാണല്ലോ, അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എന്തായാലും റിട്ടേൺ ദുബായിലേക്ക് പോകും. ഇപ്പോ ഒരു 3 months ആയി കൊച്ചിയിൽ വന്നിട്ട്. പുതിയ ഫ്ലാറ്റ് ഒക്കെ വാങ്ങിയല്ലേ? അവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റ് തന്നെ വാങ്ങിക്കുവാണോ? അല്ല, അവിടെ റെന്റ് ഔട്ടാണ്. അപ്പൊ ഇനി പുതിയ തുടക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? പുതിയത് ഇനിയിപ്പോ കുറച്ചും കൂടെ നല്ല നമ്മുടെ എന്താ പറയാ ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്യണം. കുറച്ചുകൂടി നല്ല ബ്രാൻഡസ് തുടങ്ങണം. നമ്മുടെ ആ അറേബ്യൻ സ്മെൽ എന്നുള്ളൊരു ബ്രാൻഡ് കുറച്ചും കൂടിയും ഒന്ന് പബ്ലിക്കായിട്ട് ഒന്നുകൂടെ വരണം എന്നൊക്കെ ഒരു ആഗ്രഹം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ബ്രാൻഡിങ് ചെയ്യാൻ? ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറുണ്ട്, വീഡിയോസൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോസ് ഓഫ്കോഴ്സ് ഞാനും ആശയാണെങ്കിൽ 2 പേരും ചെയ്യാറുണ്ട്. അതല്ലാണ്ട് നമ്മൾ പെർഫ്യൂംസ് ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയുമ്പോഴും അതിനെ കുറിച്ച് നല്ല എൻക്വയറീസ് വരുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണോ? ഓൺലൈൻ ദുബായിൽ മാത്രമേ ഉള്ളൂ, നമ്മള് നാട്ടിലില്ല. അപ്പൊ നാട്ടിലത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇത് തുടങ്ങണമെന്ന് പ്ലാനിങ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ആശി സപ്പോർട്ടാണോ? എല്ലാ കാര്യത്തിനും ഒരു കാര്യം പോലും വേണ്ട? ഇല്ല, ആശി നല്ല പ്ലാൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആശിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ, ഐഡിയകളെല്ലാം ആശിയുടേതാണ്. ആണല്ലേ? എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. വീഡിയോ ചെയ്യാനായാലും എല്ലാ ബിസിനസ്സിനായാലും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണല്ലേ? തീർച്ചയായും. ബേബി പ്ലാൻസ് ഒക്കെ ഉണ്ടോ? അപ്പം ഇപ്പം ഇല്ല, പക്ഷെ എന്തായാലും ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മളത് മാത്രമായിട്ട് നോക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ക്യാഷ് ഒക്കെ ഉണ്ടാക്കി നമ്മളെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു പ്ലാനിങ്ങിലാണ്. കുട്ടിയായാലും നമ്മളൊന്നും അറിയിക്കാതെ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബീസിനെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗേളിനെയാണോ ബേബി? അങ്ങനെ കുട്ടികളെല്ലാവരും എനിക്ക് ഇഷ്ടമാണ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ എല്ലാവരും ഇഷ്ടം. പക്ഷെ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം പെൺകൊച്ചുങ്ങളെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം എനിക്ക് ഒരുക്കി നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ട്, പെൺകുട്ടികളെ കുറച്ചുകൂടെ ഒരുക്കി നടത്താൻ പക്ഷെ എനിക്ക് പൊതുവെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. അവരെ നിഷ്കളങ്കത, ചിരി, അവരെ ഇതൊക്കെ ക്യൂട്ട്നെസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പെൺകുട്ടി ആകുമ്പോഴത്തേക്കിന് ഇത്താക്ക് കുറച്ചുകൂടെ ഭയങ്കര ഇതായിരിക്കും, കണ്ണെഴുതി കൊടുക്കാനും എഴുതി കൊടുക്കാനും. അങ്ങനെ എനിക്ക് ഓൾറെഡി എന്റെ താത്തമാരെ കുട്ടികളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരുക്കി കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുട്ടികളെ. ഫ്യൂച്ചറിൽ അപ്പം ഈ ഒരു ബേബി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഇല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ എങ്ങനെ
ചെയ്യും? അഫ്കോഴ്സ് അത് നമ്മൾ നോക്കിയിട്ട് നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബേബീനെ എടുക്കുമ്പോൾ അഫ്കോഴ്സ് നമ്മളെ കുറച്ച് എന്താ പറയുക സ്വത്തിന് ഭാഗങ്ങൾ എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് ഓപ്ഷൻസ്. ഞങ്ങളത് മുമ്പ് ഒരു ഫ്രണ്ട് ഇതേപോലെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നോർമൽ കപ്പിള്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം പ്രൊസീജിയർ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവരുടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അസൂയപ്പെടുന്നവരോട് എന്താ പറയുന്നത്? എന്തിനാ അസൂയപ്പെടുന്ന? എല്ലാവരുടെ ലൈഫിലും മുന്നേറുക. നമുക്ക് ഒരു ലൈഫാണ്, ആ ലൈഫിൽ നമുക്ക് എന്നാലും ചില വീഡിയോസ് കാണുമ്പോൾ നമ്മളായാലും പറയുന്നു ഇവരെന്ത് ക്യൂട്ട് കപ്പിൾസ് ആണ്, നമ്മൾ കണ്ണൊക്കെ വെക്കില്ലേ? ചിലർത്താണെങ്കിൽ കണ്ണൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ വഴക്കൊക്കെ ഉണ്ടാവില്ല. വഴക്ക് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇവൻ ഞാനാണെങ്കിൽ അശ്വിനെ വഴക്ക് കൂടാറുണ്ട്. പക്ഷെ ഞങ്ങളെ വഴക്ക് അങ്ങനെ ഒരുപാട് ദിവസങ്ങളൊന്നും മുന്നോട്ട് പോകാറില്ല. ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ വഴക്കൊക്കെ മേക്കപ്പ് ചെയ്ത് ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരടുത്താണോ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് മേക്കപ്പ് ചെയ്ത് പോകാം. ടോക്സിക് ആണോ എപ്പോഴെങ്കിലും? അതായത് എന്നെ ഡ്രസ്സ് ഇടണ്ട, ഫോണൊക്കെ എടുത്ത് ടോക്സിക് ഇല്ല, ആൾക്ക് ഇഷ്ടമല്ല അങ്ങനെ എക്സ്പോസ് ഡ്രസ്സുകൾ ഇടുന്നത്, അങ്ങനെ വലിയ ഇഷ്ടമല്ല ആൾക്ക്. പിന്നെ ഇവൻ എനിക്കാണെങ്കിലും അങ്ങനെ എക്സ്പോസ് ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് എപ്പോഴും നല്ല നാടൻ ഡ്രസ്സ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ എടുത്ത് നോക്കും. അതിപ്പോ ഒരു ഭർത്താവിന്റെ ഫോണ് ഒരു ഭാര്യ എടുത്ത് നോക്കുന്നത്, ഒരു ഭാര്യയുടെ ഫോണ് ഭർത്താവ് എടുത്ത് നോക്കുന്നതിൽ വലിയ തെറ്റും പ്രശ്നങ്ങളൊന്നും ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. ജാസി അപ്പം ആശയായിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതാണോ? ഞാൻ ഓൾറെഡി ഈ ഒരു പെർഫ്യൂം ഫീൽഡ് അറിയാമായിരുന്നു എനിക്ക്. ഞാൻ മുമ്പ് ഒരു പെർഫ്യൂം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഏകദേശം അറിയാം ഐഡിയ. പിന്നെ ആശി ഓൾറെഡി വന്ന് അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയാണ് പിന്നെ ആശയും കൂടെ റാസൽ കൈമ റെസ്റ്റോറന്റ് ഫീൽഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പെർഫ്യൂമിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് എല്ലാവിധ പിന്തുണയും തന്നത് നമ്മുടെ ബോസ് അജീഷേട്ടനും അജീഷിന്റെ വൈഫ് ശരൺ ചേച്ചിയൊക്കെയാണ് നമുക്ക് എല്ലാ പിന്തുണയും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പൊ നല്ലൊരു സ്ട്രോങ് പില്ലർ നമ്മൾ ബാക്കിലുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ബിസിനസ് അതെ നമുക്ക് ഒരു നല്ലൊരു ആളെ കിട്ടുക അല്ലെങ്കിൽ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആൾക്കാരെ കിട്ടുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഒരുപാട് സന്തുഷ്ടരാണ്. പിന്നെന്താ ഞങ്ങളിലേക്ക് ഫാമിലി പോലെയാണ്. എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റൂമിലൊക്കെ വരാറും ഞങ്ങൾ പോവാറുണ്ട്. എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ഫംഗ്ഷനും അവരും വിളിക്കാറുണ്ട്. അവരും വരും, ഞങ്ങൾ പോകും. അങ്ങനെ എല്ലാം ഉണ്ട്. പാർട്ട്നേഴ്സ് ആണ്. കേരളത്തിൽ ഒരു സംവിധായകൻ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ? ലൈക്ക് സംവിധായകനല്ല, ഈ എന്താണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉണ്ടല്ലോ, സിനിമയിൽ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ലൈക്ക് സിനിമ മലയാളമല്ല, തമിഴ് മൂവി ആയിരുന്നു. പക്ഷെ കാസ്റ്റിംഗ് ഡയറക്ടർ മലയാളിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വട്ടം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഡയറക്റ്റ് കോളിലൂടെ തന്നെയാണ് ചോദിച്ചത് എന്നോട്. ആദ്യം ആഷിനോട് പറഞ്ഞില്ല, ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനോടാണ് പറഞ്ഞത്. അതിനു മുമ്പ് എനിക്ക് ഈ മൂവി വന്നു, ഞാൻ എൻ്റെ കഥ എല്ലാം ആഷിനോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ ആഷി പറഞ്ഞു ഓക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നുള്ളത്. അഡ്ജസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്നൊരു നടിയായേനെ. കാരണം ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായില്ല ഞാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വേണ്ട, അങ്ങനത്തെ സിനിമ വേണ്ട. അപ്പോൾ ആഷിനോട്, പിന്നെ ആ ഫ്രണ്ടാണ് ആഷിനോട് പറഞ്ഞത്. അപ്പോൾ ആഷി പറഞ്ഞു വേണ്ട, അത് അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ട, പിന്നെ നല്ല അവസരങ്ങൾ വരും. പിന്നെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു നടി ആവണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത്തരം വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നവരോട് എന്താ ഇങ്ങനെ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്? അതോ എനിക്ക് റിയാക്ഷൻ കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടെ ഫെയിം ആവുമല്ലോ എന്നൊരു ചില വീഡിയോസുകൾ, അതായത് എനിക്ക് ഇന്നെ ട്രോളുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചിലത് ആ ട്രോള് കാണുമ്പോൾ ഞാൻ കണ്ട് ചിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ചില ട്രോള് കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എന്തിനാ ഇങ്ങനെ ഒരാളെ അബ്യൂസ്മെന്റ് ആയിട്ടൊക്കെ ട്രോളുന്നത്? ഈവൻ എന്നെയാണെങ്കിലും എൻ്റെ പാർട്ട്ണർ ആഷിനെയാണെങ്കിലും ഒക്കെ വെച്ചിട്ട് ഭയങ്കര അബ്യൂസ്മെന്റ് ആയിട്ട് ട്രോളുന്നതൊക്കെ ഉണ്ട്. ഒരാളുണ്ട്, അയാൾ സ്ഥിരം എൻ്റെ വീഡിയോസിൽ തന്നെ ട്രോളുന്നൊരു വ്യക്തിയാണ്. ഭയങ്കര അബ്യൂസ്മെന്റ് ആയിട്ടാണ് എന്നെ ട്രോളുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ട്രോളുന്നത്? ലൈക്കിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തിനും എന്നോട് വല്ല പേഴ്സണലി വല്ല ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നാറുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേര് വന്നിരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. നമ്മൾ എത്ര നമ്മളെ ട്രോൾ ചെയ്യാലും അല്ലെങ്കിൽ എത്ര നമ്മളെ ഇതാക്കിയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേരുണ്ട്. അതാണ് ഏറ്റവും വലിയ എൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത്താടെ വീഡിയോസിൽ കൂടുതലും വരുന്നത് പോസിറ്റീവ് കമന്റ് ആയിരുന്നു.
മുമ്പൊക്കെ ആയിരുന്നു കൂടുതലും ആൾക്കാർക്ക് എന്താണെന്ന് അറിയാതെ നെഗറ്റീവ് കമന്റ് വന്നത്. ഇപ്പൊ ഇത്തായെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ട്രോൾസ് വന്നാലും ട്രോൾസിന്റെ അടിയിലൊക്കെ കുറെ പേര് വന്ന് കമന്റ് ഇടുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവരുടെ സന്തോഷമല്ലേ നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയൊക്കെ കാണുമ്പോ എന്താ തോന്നുക? പണ്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ ഞാൻ വീഡിയോസിന്റെ ആ ഒരു ചേഞ്ചിങ് മാറ്റി. കാരണം ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ആക്ടിങ് വീഡിയോസ്, കുറച്ചും കൂടെ നല്ല സ്കിൽ ടൈപ്പ്, കുറച്ചും കൂടെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ കുറേയൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഭയങ്കര കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ചില കമന്റുകൾ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ അസൂയ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ചുകൂടെ കമന്റുകൾ കുറവ് വന്ന പോലെ ഫീൽ ചെയ്യുന്നു. ചിലപ്പോ ഇത്തായെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണാതിരിക്കും. ചിലപ്പോ അവർക്ക് അതുകൊണ്ട് സമൂഹത്തിൽ എന്ത് പറയും എന്നുള്ളത് കൊണ്ടായിരിക്കും അവര് വന്നിട്ട് ഈ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് പോകുന്നത്. ചിലപ്പോ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതൊക്കെ ആവാം. ചിലപ്പോ ആയിരിക്കാം, അറിയില്ല. പക്ഷെ എങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ നമ്മുടെ ചെയ്യുന്ന വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കമന്റ്സുകളൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഈവൻ ആഷിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായി ഇത്ത പാടിക്കൊടുക്കുമ്പോ? ആഷി പേഴ്സണലി സഖാവാണ്. അപ്പൊ ഞങ്ങള് പ്രണയിക്കുന്ന സമയത്ത് ഞാൻ ആഷിക്ക് ഓൾറെഡി ഒരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു സഖാവിന്റെ അല്ല, ഒരു ഉണരാൻ വേണ്ടിയിട്ട് ഒരു കവിത. ലൈക്ക് ആ സോങ് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് എന്നോട് ചോദിക്കും ആ പാട്ട് പാടുത്താന്ന് പറയുന്നു. ആ പാടാം. നാളെ ഈ പെയ്ത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും വേദിയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എൻ്റെ ജില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. എത്ര കാലങ്ങളായി എന്നിട് എത്ര പൂക്കാലമെന്നെ തൊടാണ്ടുപോയി. നിന്റെ കൈപ്പട നെഞ്ചിൽ പതിഞ്ഞ നാൾ എൻ്റെ ഉള്ളിൽ പൊടിഞ്ഞു വസന്തം. നാം തനിച്ചിരിക്കാറുള്ളിടത്തിൻ്റെ വീണ പുഷ്പങ്ങളാറിക്കിടക്കവേ. തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു, പൂമരങ്ങൾ പെയ്തു തോരുന്നു. പ്രേമമായിരും നിന്നിൽ സഖാവേ, പേടിയായിരും നിന്നും പറഞ്ഞിടാൻ. വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറക്കണം. പാട്ട് മാത്രമല്ല, എല്ലാ കഴിവും ഉണ്ട്. ഫുള്ളായിട്ട് സൗന്ദര്യമുണ്ട്, ആക്ട് ചെയ്യാനറിയാം, പാട്ട് പാടാനും അറിയാം. സീൻ എനിക്ക് പേഴ്സണലി ഈ പാട്ടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. അതാണ് ആ പാട്ട് ഇങ്ങനെ അത്രക്കും അങ്ങനെ നോക്കിയ വരികൾ പഠിച്ചത്. ഈ പാട്ട് ആർത്ത് പാടിയാലും അവര് വീഴുന്നു. അതാണ് മറ്റൊരു സത്യം. കാരണം നല്ല വോയിസ്. താങ്ക് യു. പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്. എനിക്കൊക്കെ സത്യം പറഞ്ഞ പാട്ട് പാടാനൊന്നും അറിയത്തില്ല. എനിക്കിങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പാട്ട് പാടാൻ ഇത്തവണ കുട്ടിക്കാലത്ത് ഈ കലോത്സവത്തിലൊക്കെ പാടാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കലോത്സവത്തിന് സ്കൂളിൽ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. എല്ലാ പരിപാടിക്കും പങ്കെടുക്കും. കലോത്സവത്തിനാണെങ്കിൽ ഇപ്പോൾ കഥാരചന, ഉപന്യാസ മത്സരം, പിന്നെ അതേപോലെ ക്വിസ് മത്സരം, അതേപോലെ എല്ലാത്തിനും ഡ്രോയിങ്, ചിത്രം വരക്കും നന്നായിട്ട്. അപ്പോൾ വാട്ടർ കളറിങ്, പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഞാൻ ചേരുമായിരുന്നു. സ്കൂളിൽ ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ആണ്. ഞാൻ നന്നായി പഠിക്കും. എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. അതെ, എല്ലാ ടീച്ചർമാർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ഞാൻ. അതേപോലെ എന്താണ് പാട്ടൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ കല്യാണത്തിന് പോലും ആൾക്കാർ പാടിപ്പിക്കും. ജാസിനെ കൊണ്ടൊരു പാട്, നീ സ്റ്റേജിൽ കയറി ഒരു പാട്ട്, അങ്ങനെയൊക്കെ പാടാറുണ്ട്. അങ്ങനെ പല പാടുന്ന സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു സ്റ്റേജ് കയറി പാടാനൊക്കെ. ഇപ്പൊ അങ്ങനെ പഴയ കുറെ പാട്ടുകളൊക്കെ വീണ്ടും വൈറലായി വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോ എന്താ ഇങ്ങനെ തോന്നാറ്? ഇത് തന്നെ ആയിരുന്നു ഞാൻ പണ്ടേ ഇങ്ങനെയൊക്കെ. അല്ല, അത് കാണുമ്പോ എനിക്ക് അന്നത്തെ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അയ്യോ ഇത് ഞാൻ തന്നെയാണോ എന്ന് ഡൗട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. ആണല്ലേ?
ഈ പഴയ വീഡിയോസ് ഒക്കെ ഇപ്പൊ ആരാ പൊക്കി എടുത്തോണ്ട് വരുന്നതെന്നൊക്കെ അത് സത്യം എനിക്ക് അറിയില്ല. ഞാൻ ഈ വിചാരിക്കാം ഇതൊക്കെ ആരപ്പം ഇങ്ങനെ അത് എത്ര പഴയ മുമ്പെടുത്ത സോങ്സ് ആണ്. അതൊക്കെ ഞാൻ പണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലാവണ ആളാവും എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ ഇത് എടുത്തു വെക്കാൻ മാത്രം. അപ്പൊ ഞാൻ വിചാരിക്കും ഇതൊക്കെ ആരാണ് ഇപ്പൊ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ എനിക്കറിയില്ല അത് ആരാണ് അത് കുത്തിപ്പൊക്കുന്നത് എനിക്ക്. പക്ഷെ അത് കറക്റ്റ് ടൈമിനാണ് ഇറക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടോ. അതെ ആ പഴയ വീഡിയോസ് കാണുമ്പോൾ സന്തോഷം. ആഷിക്കായി കാണിച്ചു കൊടുക്കാറുണ്ട്. നീ കണ്ടോ പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, പണ്ടേ ഇങ്ങനെ ആഷിക കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് പണ്ടത് ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ അത്ര കളറൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് എന്നോട് അയ്യോ ഇത് ഞാൻ തന്നെയാണ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ജാസിത്തയുടെ ഉമ്മായും ഉപ്പായെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉപ്പ ഇപ്പൊ റീസെന്റ് മരണപ്പെട്ടു പോയി. ഉപ്പ ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ ഉമ്മ ഭയങ്കര എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് പ്രസന്റ് ആയിട്ട് എപ്പോൾ കണ്ടാലും ഭയങ്കര സ്നേഹം തരുന്ന, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തിയാണ്. ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? ഉമ്മ വന്നിട്ടുണ്ട് ദുബായിൽ. ഉമ്മ രണ്ടു വട്ടം വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് എപ്പോഴെങ്കിലും ഉംറ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ട്, ഇൻഷാ അല്ലാഹ് കറക്റ്റ് ടൈം വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ പണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ ബിഗ് ബോസിലൊക്കെ ട്രോഫി ഒക്കെ പിടിച്ച് ലാലേട്ടന്റെ ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്നത്? ഇല്ല, ഞാൻ അങ്ങനെയല്ല. എനിക്ക് ആ ബിഗ് ബോസിന്റെ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ലാലേട്ടന്റെ കൂടെ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറയാറില്ലേ. അതേപോലെ എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒരു സ്വപ്നമാണ് ഈ ബിഗ് ബോസ് എന്ന ഡ്രീം. ചില സ്വപ്നങ്ങളൊക്കെ ദയവായിട്ട് നമ്മളെ മുൻകൂട്ടി കാണിച്ചു തരും, നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. തീർച്ചയായും. അപ്പൊ എനിക്ക് അത് ഒരു ഡ്രീമാണ്. അത് സ്റ്റേജിൽ നിൽക്കുന്നത്. കപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ആ ഒരു എക്സ്പീരിയൻസ് ബിഗ് ബോസ് ഹൗസ് എക്സ്പീരിയൻസ് കപ്പൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ അവര് കുത്തിയിരുന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് അവരുടെ സപ്പോർട്ടിനനുസരിച്ച് ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ അല്ലാണ്ട് എനിക്ക് കപ്പ് വേണം, കപ്പിന് വേണ്ടി ഒരിക്കലും ഞാൻ പോകുന്നില്ല. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിനെ അടുത്തറിയാം, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് അറിയാം. അത്രേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ഇത്രയ്ക്ക് കഴിഞ്ഞ വട്ടത്തെ ജാസ്മിൻ ജാഫറിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിക്കാരിക്ക് ഇവിടുന്ന് പോയപ്പോ നല്ല പോസിറ്റീവ് ആയിരുന്നു, ഒരു നെഗറ്റീവ് പോലും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ പ്രവൃത്തികളും ആക്ടിവിറ്റീസും എല്ലാം കണ്ടിട്ടാണ് നെഗറ്റീവുകൾ വന്നത്. അപ്പൊ അതേപോലെ ഇട്ടാക്ക് നെഗറ്റീവ് വരുമോ എന്നൊരു പേടിയുണ്ടോ? എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ലൈക്ക് ജാസ്മിൻ ജാഫർ എനിക്ക് തോന്നുന്നു ആ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഒരു എന്താ പറയാ ഫസ്റ്റ് കൊടുക്കായിരുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സീസൺ കുറേയൊക്കെ പോയത് ആ കുട്ടിയുടെ ഇതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കായിരുന്നു എന്നൊരു തോന്നൽ പേഴ്സണലി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അഖിൽമാരാർ ജയിച്ചപ്പോ എങ്ങനെ അഖിൽമാരാറിന്റെ എപ്പിസോഡൊക്കെ കാണുമായിരുന്നു? ആ സമയത്താണ് അഖിൽമാരാറിന്റെ എപ്പിസോഡിലാണ് എന്റെ ഫ്രണ്ട് നാദിര ഉണ്ടായിരുന്നത്. അപ്പൊ ആ എപ്പിസോഡും ഞാൻ മുടങ്ങാണ്ട് കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് നാദിര എടുത്തത് ബെസ്റ്റ് ഡിസിഷൻ എന്നാ പറയുള്ളൂ. സെക്കൻഡ് അഖിൽമാരാറിന് തന്നെ കിട്ടണമെന്ന് തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് അതായത് ഫസ്റ്റ് അഖിൽമാരാറിന് വേണ്ടെന്നുള്ള രീതിയിലാണ്. അല്ല, അഖിൽമാരാരെ ഇന്ന് കിട്ടണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട് നാദിര ഉള്ളതുകൊണ്ട് അവള് എന്തായാലും ലാസ്റ്റ് ആ ഒരു സിറ്റുവേഷനിൽ അവൾ ആ എമൗണ്ട് എടുത്ത് പിന്മാറിയത് വളരെ നല്ല ഡിസിഷൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിഗ് ബോസിൽ പോയാലും അങ്ങനെ ഒരു എമൗണ്ട് എടുത്തിട്ട് പിന്മാറാൻ വേണ്ടി നിൽക്കുമോ? അതോ ലാസ്റ്റ് എമൗണ്ട് ആയാലും സാരമില്ല, അത് ആ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും. കാരണം ആ സിറ്റുവേഷനിൽ അതാണ് നല്ലതെന്ന് തോന്നി ഓഫ്കോഴ്സ് ഞാൻ അത് നാദിരെ പോലെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? തീർച്ചയായിട്ടും. അതെ അതെ. അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ, പുതിയ പ്രോജക്റ്റ് വരട്ടെ, ബിഗ് ബോസിൽ പോകണം, കപ്പൊക്കെ എടുത്തോണ്ട് വരണം. അപ്പം താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ചാനലിലെ ഇന്റർവ്യൂ തന്നതിൽ. ഒരുപാട് സന്തോഷം. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്.